ഹലോ, ഏഞ്ചലിൻ മറിയ ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റൻ്റ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഈ ഒരു വർഷം മൊത്തം കാലക്കേടാണെന്ന് തോന്നുന്നു. തുടക്കം മുതലേ ബിഗ് ബോസ് ബേസിലെ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏഞ്ചലിൻ മറിയയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു റിലേഷൻ. ഇപ്പം ഒരു 2-3 ദിവസം മുൻപ് ആ റിലേഷൻ തകർന്നു അല്ലെങ്കിൽ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞിട്ട് ഏഞ്ചലിൻ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഏഞ്ചലിനെയും അച്ഛനുമായിട്ടുള്ളൊരു വഴക്ക്. ആ വഴക്ക് ഏഞ്ചലീന ഇൻസ്റ്റഗ്രാമിൽ ലൈവായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ, കാരണം ആർക്കും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ അച്ഛൻ ഏഞ്ചലിനെ വിളിക്കുന്നുണ്ട്. അതും തെറി വിളിക്കുക എന്ന് പറയുന്നത്, അതിപ്പം എന്തിൻ്റെ ബേസിലാണെങ്കിലും എന്ത് പ്രശ്നം നേരിട്ടാണെങ്കിലും മൈ ഒപ്പീനിയനിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്വന്തം അച്ഛൻ്റെ വായിൽ നിന്ന് പായും മറ്റേതും മറിച്ചതും കൂട്ടിയിട്ടുള്ള ഒരു തെറിവിളി എന്ന് പറയുന്നത് ഐ കാൻറ്റ് അക്സെപ്റ്റ്. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ഇവിടെ ഈ ഏഞ്ചലിനെയും അച്ഛനും തമ്മിലുള്ള ഈ പ്രശ്നം നടക്കാൻ കാരണം അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഏഞ്ചലിനേക്ക് ഒരു പ്രണയമുണ്ട്. അത് നാട്ടുകാർ മൊത്തം അറിഞ്ഞതാണ്. ബിഗ് ബോസ് വഴിയാണെങ്കിലും അല്ലാത്ത വഴിയാണെങ്കിലും നാട്ടുകാർ മൊത്തം അറിഞ്ഞ ഒരു റിലേഷൻ. ഇത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഒബ്വിയസ്ലി ചോദ്യങ്ങൾ വരുന്നത് വീട്ടുകാരോടായിരിക്കും. എന്തായാലും വീട്ടുകാരുടെ ചോദ്യം വരും. നമ്മുടെ സമൂഹം അങ്ങനെയാണ്, നാട്ടുകാരങ്ങനെയാണ്, ആൾക്കാരങ്ങനെയാണ് എന്നും കരുതിയിട്ട് ഈ രീതിയിൽ മകളോട് സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ സ്വന്തം കുടുംബത്തിൽ നടന്നൊരു കാര്യം അത് ലൈവ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഇവരുടെ സംസാരത്തിൽ ആദ്യം തന്നെ കുറേ തെറിവിളികളുണ്ട്. അതൊന്നും എനിക്കിത് ഇടാൻ പറ്റത്തില്ല. അതിനുശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ഫാദർ നല്ല തണ്ണിയിലാണ്. തണ്ണീന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തണ്ണിയിലാണ് കക്ഷി. അച്ഛനോട് പറഞ്ഞ വർത്താനാണത്. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുതെന്നുള്ളത്. ഓഫ്, എൻ്റെ ദൈവം, എന്തോ ആടെ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതും സ്വന്തം മോളാണ്, അല്ലാണ്ട് ഇതിൽ കൂടുതൽ കേൾപ്പിക്കാൻ വയ്യാന്നല്ല, ഞാൻ ഇത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അടിച്ചു പോകും. അമ്മാതിരി തെറിയാണ് സ്വന്തം മോളാണെന്നും പോലും നോക്കാതെ അങ്ങേര് വിളിക്കുന്നത്. ഈ പെങ്കൊച്ചിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല ആമ്പിള്ളേരായിരുന്നെങ്കിൽ ആ ചെറുക്കൻ്റെ കൈ അങ്ങയുടെ മോന്തയ്ക്ക് നിൽക്കേണ്ട സമയം കഴിഞ്ഞു. അമ്മാതിരി തെറിയാണ് ആ പെങ്കൊച്ചിനെയും ആ ഇങ്ങയുടെ ഭാര്യയെയും ഇങ്ങേര് പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെ കേട്ട് സഹികെട്ടായിരിക്കും അവളെടുത്തിട്ട് ലൈവ് ഇട്ടേക്കുന്നത്. അതിൽ കമൻറ്റ് തന്നെ വരുന്നുണ്ട്, അപ്പനാണോ നോക്കണ്ട മോളെ പിടിച്ച് പൊട്ടിച്ചോന്നുള്ളതൊക്കെ. ശരി, എന്നാൽ ഈ തലേന്ന് കെട്ടിറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, മോളോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതും മോള് തിരിച്ചെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതും. ശരി എന്നാൽ.